എടാ നമ്മൾ ഇന്ന് 1000 രൂപ കൊടുത്ത് അഡ്മിഷൻ എടുത്തേണ്. അതുകൊണ്ട് എല്ലാം മുതലാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അതിന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ മുതലാക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും, നീ വാടേ. എടാ ആവശ്യത്തിന് വെട്ടമുണ്ടല്ല, പിന്നെ നീ എന്തിനീ ലൈറ്റ് ഒക്കെ വാരി ഇടണ? നമ്മൾ 1000 രൂപ കൊടുത്തല്ലേ, മുതലാക്കണ്ടേ? ഈ വേർപ്പ് തുടച്ചിട്ട് പോടാ. അതൊക്കെ അവന്മാര് തുടച്ചോളും. 1000 രൂപ കൊടുക്കണേണ്, മുതലാക്കണ്ടേ? എടാ ഈ വെയിറ്റ് ഒക്കെ തിരിച്ചെടുത്ത് വെച്ചിട്ട് പോടാ. അതൊക്കെ അവന്മാരെടുത്ത് വെച്ചോളും. 1000 രൂപ കൊടുക്കണേണ്, മുതലാക്കണ്ടേ? 1000 രൂപ മുതലാവണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പറ്റൂല. വാ, ഞാൻ ചെയ്യിപ്പിക്കാം. അയാൾ ജയിപ്പിക്കുന്നു, വാ. എനിക്ക് പതുക്കെ മുതലാക്കിയാ മതി. നിനക്ക് വേണമെങ്കിൽ നീ പോയി ചെയ്തോ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. ഏയ് 1000 മുതലാക്കണ്ടേ? എനിക്ക് 1000 മുതലാക്കണ്ട, 500 മുതലാക്കണ്ട. ഉയിര് കിടന്ന ഊഞ്ഞാലാടിയെങ്കിലും ജീവിക്കാമേ. നിന്റെ കൊളസ്ട്രോൾ എത്ര? 400. നിന്റെ BP എത്ര? 90. അപ്പൊ നിന്റെ ഷുഗർ എത്ര? അതും കൂടുതലല്ലേ. അതുകൊണ്ട് നിന്റെ ഡോക്ടർ എന്തോന്നാണ് പറഞ്ഞത്? എക്സസൈസ് ചെയ്യണമെന്ന്. അപ്പൊ നീ ഊഞ്ഞാലാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ വന്ന് ഇവര് പറയണത് പോലെ ചെയ്യണം. ഏയ്, മാസം 1000 തന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് മുതലാക്കാൻ വരുമ്പോ ഇത് നിന്റെ ശരീരമാണെന്നുള്ള ബോധം കൂടെ വേണം. ഒറ്റ ദിവസം കൊണ്ട് മുതലാക്കാൻ വന്ന മുതലേരെ അണ്ണാക്കി ചാടും പോലത്തെ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി ആശാനെ. അത് മാത്രമല്ല, നിങ്ങൾ ഈ തരണ 1000 കൊണ്ട് എനിക്ക് അംബാനിയൊന്നും ആവാൻ പറ്റൂല. ഇവിടെ തന്നെ ഒരു 50,000 രൂപയുടെ ചെലവുണ്ട്. എന്നോട് ക്ഷമിക്കണം ആശാനെ. എന്തായാലും ഞാൻ പോയിട്ട് നാളെ വരാം. നീ എന്തിനാ ഈ കുപ്പിയൊക്കെ വരണം? 1000 രൂപ കൊടുക്കണില്ലേ, ഇങ്ങനെയെങ്കിലും അത് മുതലാക്കണ്ടേ?